ഹലോ ഗായ്സ്, വെൽക്കം ടു ഋഷി വ്ലോഗ്സ്. അപ്പൊ എല്ലാവർക്കും ഋഷി വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ, നല്ല സന്തോഷമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷമുള്ള വാർത്ത തന്നെയാണ്. ഞങ്ങള് ഒരു ചെറിയൊരു ട്രിപ്പ് പോവാണ്. ചെറുതല്ല, വലിയ ട്രിപ്പ്. ഞങ്ങളുടെ ലൈഫില് ഏറ്റവും ഫസ്റ്റ് ട്രിപ്പ് ഇട്ടാ. അതായത് നമ്മളിപ്പോ നാട്ടിൽ നിന്ന് ഇപ്പൊ നമ്മള് ദുബായിൽ വന്നിട്ട് പിന്നെ നമ്മളിവിടെ ജോലി ചെയ്യാൻ വരുന്നതാണ്. അതെ അതെ. പിന്നെ നമ്മൾ ഇവിടെ അങ്ങനെ പോയിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്, അർമേനിയ പോവാണ് നമ്മള്. ഓക്കെ. അപ്പൊ നമുക്ക് അബുദാബിയിൽ നിന്നാണ് ഫ്ലൈറ്റ്, പുലർച്ചെയാണ് ഫ്ലൈറ്റ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് ദുബായിൽ നിന്ന് നമുക്ക് ഷട്ടിൽ ബസ് ഉണ്ട്. അപ്പൊ ബസ്സിൽ നമുക്ക് അവരുടെ അബുദാബി എയർപോർട്ടിലേക്ക് നമുക്ക് പോവാം. പിന്നെ അവിടുന്ന് നമുക്ക് നേരിട്ട് അർമേനിയ മറ്റേ വിസയർ ഫ്ലൈറ്റിലാണ് നമ്മൾ പോണത്. അപ്പോ ഫ്ലൈറ്റില് നമുക്ക് അർമേനിയ യാരവൻ എന്ന് പറയുന്ന ഇന്റർനാഷണൽ എയർപോർട്ടാണ് അവിടുത്തെ. ഓക്കെ. പിന്നെ നമ്മൾ ടൂർ പാക്കേജ് ആയിട്ടാണ് പോണത്. അപ്പൊ നമ്മളൊന്നും അറിയണ്ട, നമ്മള് അവര് പറയുന്ന പാക്കേജിലാണ് നമ്മൾ. കാരണം ഗൈഡും ഹോട്ടലും എല്ലാം അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇനി യു എയിലുള്ള ആൾക്കാര് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും യു എയിലുള്ള ഞങ്ങളിപ്പോ യു എയിലുള്ള ഒരു ട്രാവൽ ഏജൻസി മുഖാന്തരമാണ് പോണത്. അപ്പൊ ഇവിടെയുള്ള ആർക്കെങ്കിലും പോകണം താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാൽ മതി. ഞങ്ങള് പറഞ്ഞു തരാം, എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം. അതിന്റെ വേറൊരു ബ്രാഞ്ച് ഉണ്ട്. ഫിലിപ്പീൻസ് ആണ് കൂടുതലും. പിന്നെ ഓഫർ ഡിപ്പെൻസ് ആണ് കേട്ടോ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ സീസൺ അനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസങ്ങൾ വരും. ഇപ്പൊ ഞങ്ങളാണെങ്കിൽ ഒക്ടോബറിൽ ബുക്ക് ചെയ്തതാണ്. അപ്പൊ ഞങ്ങൾക്ക് വളരെ റേറ്റ് കുറവിനാണ് കിട്ടിയത്. അപ്പോ അങ്ങനെ ഓരോ ഇതിനനുസരിച്ചിരിക്കും. ഓക്കെ. അത് മാത്രല്ല, നമ്മൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ബിഗ് സർപ്രൈസ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മള് യു എയും ഇന്ത്യയും അല്ലാണ്ട് വേറെ ഒരു കൺട്രിയിൽ പോയിട്ടില്ല. ഇത് നമ്മള് ഓക്കെ. അപ്പൊ നമുക്കിനി അർമേനിയയുടെ വിശേഷങ്ങളും കുറച്ച് സ്ഥലങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല റഷായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഫ്രണ്ട് ഭാഗം പുറത്തുനിന്ന് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി ബസ്സിൽ നമ്മൾ കയറി ഇനി നമ്മൾ അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ. അങ്ങനെ ഇതാ നമ്മൾ അബുദാബി സായിദ് ഇന്റർനാഷണൽ എയർപോർട്ട് എത്തി. എൻ്റെ അമ്മോ, എയർപോർട്ട് ഒരു 1.5 എയർപോർട്ട് കേട്ടോ. ഇതാണ് ഞങ്ങൾ വന്ന ബസ്. ഓക്കെ. ഇത് ഇപ്പൊ തന്നെ കണ്ടപ്പോ ഇപ്പൊ പുലർച്ചെ 3 മണി. ഏറ്റവും ഹൈറ്റ് മുകളിൽ അടിക്കുക മനസ്സിലാവണില്ല ഇതെന്താ സംഭവം എന്നുള്ളതൊന്നും. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. എന്തായാലും മുകളിലൊക്കെ കണ്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും എയർപോർട്ടിലെത്തി. ഞങ്ങളിനി ചെക്കിങ് നമ്മൾ ഓൺലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കയറാം. ഓക്കെ. ഇത് കാണുമ്പോൾ നമ്മുടെ ദുബായ് എയർപോർട്ടൊക്കെ ഒന്നുമല്ല കേട്ടോ. ലെവൽ 3ലാണ് ഡിപ്പാർച്ചർ സെക്ഷൻ നിൽക്കുന്നത്. ശരിക്കും 53 പേർക്ക് പോരാൻ പറ്റുന്ന ലിഫ്റ്റായിരുന്നു. 4000 കിലോ ഉള്ളൂ. സൂപ്പർ സെറ്റപ്പ്. ഇത് പോണതിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ. നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ എന്താ ഭംഗി കാണാൻ. കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തൊന്ന് മാത്രം. ഒരു ഫ്ലവർ പോട്ട് നിൽക്കുന്നത്. ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഞങ്ങളുടെ കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ഇവിടെ ഒരു ട്രീ കണ്ടു. ആ ട്രീയുടെ ഒരു പ്രത്യേകത നോക്ക്, തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രീ, ഗോൾഡൻ കളർ. പക്ഷെ ഇതിലത്ര ക്ലാരിറ്റി ഇല്ല. അപ്പോൾ നമ്മുടെ ഗേറ്റ് ഓപ്പണായി, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നമ്മളുടെ ഫ്ലൈറ്റിലേക്ക് എൻട്രി ചെയ്യാൻ പോവുകയാണ്. ഫ്ലൈറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് യാരവൻ എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ. എല്ലാവരും ഉണ്ട്. ലച്ചു കിട്ടു.
ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് എനിക്കും കിട്ടുവാൻ ഒരു സീറ്റ് കിട്ടിയത്, പിന്നെ അശ്വതിക്കും Anytime. Sorry that 100% with caution whenever you are seated. Please take care and only wear comfort and take care seat for traffic crossing. സ്നോ മലകളാണ് ഇപ്പൊ കാണുന്നത്. ചിലതെല്ലാം നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര ക്ലൈമറ്റ് ആണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ വന്ന ഫ്ലൈറ്റ്. ഐസാണ്, കൂടുതൽ ഐസ് നിറയെ, മഞ്ഞും മൈനസാണ്. വായനൊക്കെ പുക വരുന്നു. വായത് പുക പോണോ, തണുത്തിട്ട് വയ്യ. ജസ്റ്റ് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ, അപ്പൊ തന്നെ ഇത്രയും തണുപ്പ്. അങ്ങനെ നമ്മള് നമ്മുടെ ഹോട്ടലിന്റെ അവിടേക്ക് എത്തിയിട്ടാണ്. ഇതിപ്പോ എത്തിയിട്ടുള്ളൂ, ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ ഹോട്ടലിന്റെ ഏരിയ. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടൽ ഷിറാക്ക്. അപ്പോൾ ഞങ്ങളൊന്ന് കയറി റെഡി ആവട്ടെ കേട്ടോ. ഇവിടെ ഇത് ക്രിസ്മസിൻ്റെ ഒക്കെ എന്തോ അറേഞ്ച്മെന്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടൽ, മുകളിലേക്ക് കണ്ടോ. ഓക്കെ, ലച്ചും അവരൊക്കെ പോണു. നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ ഉള്ളിലാണ് എത്തിക്കുന്നത്. നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. നമ്മൾ ലച്ചു, അയ്യോ ഞങ്ങൾ കിട്ടുതേ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ 4th ഫ്ലോറിലാണ് നമ്മുടെ കീ. 4th ഫ്ലോർ നല്ല വാമാണ് കേട്ടോ എല്ലായിടത്തും. ഇതാണ് നമ്മുടെ റൂം. നമ്മുടെ റൂം. ഓക്കെ, ഞങ്ങൾ ഇനി ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് കാണിച്ചു തരാം. നമ്മുടെ റൂം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അർമേനിയയുടെ സെൻട്രാണ്, ടൗണ് തന്നെയാണത്. ഓക്കെ, ഇനി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതാണ് നമ്മുടെ റൂമിന്റെ. വെയിലുണ്ടെങ്കിൽ നല്ല തണുപ്പാട്ടോ. ശരി, അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് അതിലേക്ക് കാണാം കേട്ടോ, ഇനി അടുത്ത എപ്പിസോഡുകളിലായിട്ട്.